കാറ്റത്തെ കിളികൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദയും അമ്മയൊക്കെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാ അച്ഛൻ ഇങ്ങനെ എത്ര പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോഴത്തേനും കാറ് വരുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് അച്ഛനും അമ്മാവനും ഇറങ്ങണം. എന്നിട്ട് എന്തിനാ അച്ഛാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറയാണ്ട് വന്നതെന്ന് വെച്ചപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് അകത്ത് വന്നിരുന്ന് മോൾക്കുള്ളയും അമ്മയ്ക്കുള്ളയും സമ്മാനപ്പൊതികളൊക്കെ കാണിച്ചു കൊടുത്ത് അതിന് ശേഷം കാര്യങ്ങൾ പറയുന്നു. അയാളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ, നല്ല പയ്യനാണ്. അപ്പോൾ അതിന് സുനന്ദയ്ക്ക് ആലോചിക്കാനാണ്. അപ്പോൾ അവർക്ക് നല്ല താല്പര്യമാണ്. UK-ലേക്കൊക്കെ കൊണ്ടുപോകും. ഫോട്ടോ കണ്ടപ്പോൾ അവൾ തന്നെ മതിയെന്ന് പറഞ്ഞ് നിർബന്ധം. എന്നാൽ പിന്നെ 2 മാസം ലീവിന് അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഞാനും കൂടി വന്നാൽ പെണ്ണ് കാണലും കല്യാണം ഒക്കെ ഒറ്റയടിക്ക് നടത്താമല്ലോ എന്ന് പറയും. അങ്ങനെ സുനന്ദ ആകെ വിഷമത്തിലാവണ്. പിറ്റേ ദിവസം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷ് ദോശ ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ സമയത്ത് സുനന്ദ ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് കരയിന്. അപ്പം നിധിക്ക് കാര്യം എന്തോ ആപത്തെന്ന് മനസ്സിലായി. നിധി അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ രണ്ടുപേരിൽ സുഭാഷ് തൊടുന്നില്ല. പക്ഷേ നിധി നമ്മുടെ സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് വിവരങ്ങളൊക്കെ പറയും. അപ്പോഴത്തേനും അമ്മാവനും അമ്മായിയും കൂടി വടിയൊക്കെ എടുത്ത് വരും. ദേ ബാക്കിലൂടെയാണ് അവളുടെ വഴി, അല്ലാണ്ട് ഫ്രണ്ടിലൂടെ അല്ല അവള്. ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വടിയൊക്കെ ഒടിച്ച് കൊണ്ടുവന്ന് സുനന്ദനെ അമ്മ തലങ്ങും വിലങ്ങും അടിക്കും. അതിനുശേഷം അമ്മായി അവളെ അടിക്കല്ലേ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. പ്രശ്നം എന്തോ വഷളായി എന്ന് മനസ്സിലായതോടുകൂടി നമ്മുടെ നിധിയും ഓടി വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ആണല്ലേ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ അവനോട് ചോദിക്കുക, അവളെ എന്തിട്ടും നമ്മളിപ്പോൾ കണ്ടുവന്ന കാഴ്ച എന്നൊക്കെ പറയും. എടാ നീ എൻ്റെ മോളെ പിടിച്ചു വലിക്കുന്നു, വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് എൻ്റെ മോളെ ചൂഷണം ചെയ്യലടാ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് സുഭാഷിനെ അടിക്കുന്നു. ഒരടിയും രണ്ടടിയല്ല, അടിക്കുന്നു. അത് കണ്ടപ്പോൾ നിധിക്ക് സഹിക്കാൻ പറ്റില്ല. നിധി ഓടി വന്ന ഇടയിൽ തടഞ്ഞ് അയാളെ പിടിച്ച് ഉന്തുണ്ട്. സുഭാഷേട്ടനെ തൊട്ടു പോകരുത്, നിങ്ങളുടെ മോളാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ സുഭാഷേട്ടൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലല്ലോ എന്ന് പറയും. നീ ആരെണ്ടി അതൊക്കെ ചോദിക്കാൻ, നീയും ഇതേപോലെ ചാടി വന്നതല്ലേ, നീ ഇതിനൊക്കെ കൂട്ടു നിൽക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് വീണ്ടും സുഭാഷിനെ അടിക്കും. നിധി വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ നിധി പിടിച്ച് അയാളെ പിടിച്ച് ഉന്തുണക്കിയിട്ടുണ്ട്. അങ്ങനെ നിധിക്ക് കാണിച്ചു തരാം, സുഭാഷിനെ കാണിച്ചു തരാം, ഇത് ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അവരവിടുന്ന് പോകും. പിന്നീട് നിധി സുഭാഷിനോട് പൊട്ടിത്തെറിക്കുന്നു. എന്തിനാ ചേട്ടൻ അയാൾ അടിമുഴയും കൊണ്ടത്, ഒരു എതിർപ്പ് പോലും ചെയ്യാഞ്ഞത് എന്താ കാരണം എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല മോളെ, അത് വിട്ടുകളാ എന്ന് പറയും. അതിനുശേഷം നിധി ആകെ ടെൻഷൻ അടിക്കും. എന്നിട്ട് വേഗം സുധീഷിനെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേട്ടൻ അയാൾ തല്ലിയോ എന്ന് പറയും. ആ തല്ലി എന്ന് പറയും. ശരി ഞാൻ ദേ വരുന്നെന്ന് പറയും. സുധീഷ് നികേഷിനെ വിളിക്കും. നികേഷിനോട് പറയും, നികേഷിനല്ല ഹരീഷിനെ വിളിക്കും. ഹരീഷിനോട് പറയും. അപ്പോൾ ഹരീഷൻ എഴുന്നേറ്റ് ചോദിക്കുന്നേ, നമ്മുടെ ചേട്ടനവൻ അയാൾ തല്ലിയോ, ആടാ നീ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒത്തു വരുന്നു. അപ്പോൾ അതിന് മുന്നേ സുഭാഷ് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നിധിയോട് പറയും, മോളെ ഈ വിവരം സുധീഷിനോടാ ഹരീഷിനോടാ നികേഷിനോടാ ആരോടും പറയരുതിട്ടാന്ന് പറയും. എന്തിനാ ചേട്ടൻ അവരെങ്ങനെ പേടിക്കണേന്ന് ചോദിക്കും. അതൊന്നല്ല മോൾ, അത് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആവും, അതുകൊണ്ടാണ് മോള് അപ്പോൾ ആരോടും പറയുമെന്ന് പറയും. അപ്പോഴത്തേനും സുധീഷൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അയാൾ എന്തിനാ ചേട്ടനെ തല്ലിയത്, അയാളെ മോളല്ലേ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിധി പറയും, ഞാനാണ് വിളിച്ച് പറഞ്ഞത് സുധീഷിനെ വിവരങ്ങളെന്ന് പറയും. വേണ്ടായിരുന്നു മോളെ, ഇനിയിപ്പോൾ ഇത് വലിയ പ്രശ്നത്തിൽ അവസാനിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ഹരീഷിന് അപ്പം തന്നെ അയാളെ തല്ലണം. അങ്ങനെ ഹരീഷും നിധി നമ്മുടെ സുധീഷും കൂടി സുഭാഷിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അമ്മാവനെ വിളിച്ച് വരുത്തും. എന്നിട്ട് സുധീഷും ഹരീഷും നമ്മുടെ സുഭാഷിൻ്റെ കാല് പിടിക്കുന്നുണ്ട് അയാളെ തല്ലാൻ. പക്ഷേ സുഭാഷിൻ്റെ കയ്യാനങ്ങനെയില്ല. എന്താടാ നീ ആണല്ലേ, നീ എന്നെ അടിക്കടാ എന്ന് പറഞ്ഞിട്ട് സുഭാഷിനെ വീണ്ടും മുന്തും അയാൾ. ധനേട്ടൻ അങ്ങനെ ഇനി ഭാര്യ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഹരീഷിൻ്റെ കൈ നമ്മുടെ സുനന്ദരച്ഛൻ്റെ കവളത്ത് വീണിട്ടുണ്ടാവും. പിന്നെ സുധീഷും അങ്ങനെ ചേട്ടനനിയനും കൂടെ തലങ്ങും വിലങ്ങും അങ്ങോട്ട് അടിക്കിന്. അയ്യോ അടിക്കല്ലേ, എൻ്റെ ചേട്ടനെ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നുണ്ട് അമ്മായി. പക്ഷേ സുഭാഷും തടയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അടിയൊക്കെ ആയി. അടി കഴിഞ്ഞതിന് ശേഷമാണ് പോണ പോക്കിൽ ഹരീഷ് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മോളോട് ഞങ്ങളെ വീട്ടിലേക്ക് വരരുതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടു വെള്ളത്തിലും കാലിട്ട് അവളോട് നിൽക്കണ്ടെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് അവരും അങ്ങോട്ട് പോകും. ഇതിപ്പോൾ വലിയ പ്രശ്നമൊക്കെ ആവുമെന്ന് പറയും. അപ്പോൾ നിധി ചെന്ന് ചോദിക്കുന്നുണ്ട്, അടിച്ചോ എന്ന് ചോദിക്കും. അയാൾ അടിച്ചു, ഇനിയിപ്പോൾ വലിയ പ്രശ്നമാവുമെന്ന് പറയില്ല. അപ്പോഴത്തേനും നമ്മുടെ ഹരീഷ് കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ ഭാസ്കരനൊന്നും മിണ്ടാണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു പോലീസ് വാഹനം വരുന്നുണ്ട്. പോലീസ് വാഹനത്തിൽ നിന്ന് ചേട്ടനെ അനിയന്മാരെ 4 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നിധി പരമാവധി പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, അവർ ഇങ്ങോട്ട് വന്നത് ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞാലും കൂടി അതൊന്നും രക്ഷയുണ്ടാവില്ല. അങ്ങനെ അവരെ 4 പേരെയും കൂടി അങ്ങനെയാണെങ്കിൽ ഹരീഷിനെങ്കിലും വിടാൻ പറയും. അത് അവൻ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വന്നാണ്, അവനിതിലൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും കൂടി അവനെയും കൂടി കൊണ്ടുപോകും. അതിനുശേഷം ഭാസ്കരൻ്റെ എത്തിച്ചെന്ന് നിധി പൊട്ടിത്തെറിക്കുന്നത്, എന്താ അങ്ങനെ ഇരിക്കുന്നത്,
സ്വന്തം മക്കളല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഒരു മോനേനെ ഇവിടെ വന്ന് അയാൾ തല്ലിയത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും, വീഡിയോ വലിക്കാൻ എങ്ങനെ തോന്നണേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. അപ്പോൾ ഭാസ്കരൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാണ്ട് നേരെ പോകും. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാളെ വിളിച്ച് വരുത്തും. അയാളെ വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ മോനെ നീ തല്ലിക്കുമല്ലേ, എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോകില്ലടാന്ന് പറഞ്ഞ് 3-4 അടി അയാളും കൊടുക്കും. അപ്പോഴത്തേനും നിധി അങ്ങോട്ട് ഓടി വരും. നിർത്ത്, തല്ല് പിടിക്കാനല്ല, ഇത് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാക്കാനല്ല നോക്കേണ്ടതെന്ന് പറയും. അങ്ങനെ അയാൾ നിർത്തുന്നതേ എൻ്റെ മോനെ തല്ലിയതിന് പകരം ഞാൻ വീട്ടിയിട്ടുണ്ട് കേട്ടോ, മതിയായില്ലേന്ന് പറയും. അപ്പോഴത്തേക്കും നിധിനെ മോശമായി അമ്മായി സംസാരിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നത് എൻ്റെ മരുമോളെ വല്ലതും പറഞ്ഞാലല്ല നിങ്ങളെ ചവിട്ടി കൂട്ടും, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്നൊക്കെ പറയും. എന്നിട്ട് പറയും നിങ്ങളെ മോള് ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടാണ് സുഭാഷ് ചേട്ടനെ കെട്ടിപ്പിടിച്ചത്, അല്ലാണ്ട് ഞങ്ങളല്ല ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ പോലീസിൽ കേസ് പിൻവലിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അപ്പോൾ സുനന്ദ ജനലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണ്ടാവും. സുനന്ദ നീ എല്ലാം അങ്ങോട്ട് വന്നത്, നിനക്ക് അല്ലാതെ അറിയില്ലേ, നീ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയും, ഞാൻ എന്ത് ചെയ്യാൻ നിധി, എന്നെ ഇവിടെ മുറിയിൽ പൂട്ടിയിട്ടേക്കണമെന്ന് പറയും. അപ്പോഴത്തേനും അമ്മായി വീണ്ടും വരും. വീണ്ടും വന്ന് വലിച്ചടച്ച് അകത്തേക്ക് ആക്കിയിട്ട് ജനലൊക്കെ അടച്ച് നിധിനോട് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ചൂടുവെള്ളം മൂത്തൊഴിക്കുന്നൊക്കെ പറയും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്നത് 4 പേരും കൂടെ അവിടെ കാത്ത് നിൽക്കണം. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വരുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിളിനോട് സുഭാഷ് പറയും ഞാനാണ് തെറ്റ് ചെയ്തത്, എൻ്റെ അനിയന്മാരെ വെറുതെ വിടുന്നവരപ്പം നീ അവിടെ മിണ്ടാണ്ടിരിക്കടാന്ന് പറയും. അങ്ങനെ വിളിച്ച് 4 പേരെയും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വിളിപ്പിക്കും. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും കൂടി അവരൊന്നും അംഗീകരിക്കുന്നില്ല. പെണ്ണിൻ്റെയും കൂടി സമ്മതത്തോടു കൂടിയുള്ള ഒപ്പോടു കൂടിയുള്ള കേസിന് കിട്ടിയേക്കുന്നത് നീ ഇന്നെ അവളെ അപമാനിക്കാൻ ശ്രമിച്ചതും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വീട് കയറി തല്ലിയത് മാത്രമല്ല പെൺകേസും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ എന്ന് പറഞ്ഞ് പോലീസുകാരിങ്ങനെ ഒരു ക്രൂരമായ ചിരിയോടെ സുഭാഷിനെ നോക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.